രണ്ട് കാര്യങ്ങൾ. ഈ കെ രാഗേഷുമായി ബന്ധപ്പെട്ടത് അദ്ദേഹത്തിന് ദിവ്യ എസ് അയ്യരെ എന്തിന് സ്ഥാനത്ത് നിന്ന് മാറ്റി എന്ന ചോദ്യത്തിന് അദ്ദേഹം മറുപടി നൽകി കഴിഞ്ഞു ആദ്യത്തെ വരിയിൽ. അതായത് ഞങ്ങൾ അവരെ മാത്രമല്ല പലരെയും മാറ്റിയിട്ടുണ്ട്. മതിയായ ഒരു ഉത്തരമാണ് മുഖ്യമന്ത്രിയുടെ ഭാഗത്ത് നിന്ന്. പിന്നെ അതിന് പിന്നാലെ കെ രാഗേഷ് എന്താണ് ഇൻട്രസ്റ്റ് എന്ന് ചോദിക്കുന്നിടത്ത് വി ഡി സതീശൻ്റെ, നമ്മൾ പണ്ട് സിനിമ ഭരതൻ ടച്ച് എന്ന് പറയില്ലേ, വി ഡി സതീശൻ ടച്ച് അവിടെ വരികയാണ്. ഈ വി ഡി സതീശൻ ടച്ച് എല്ലായിടത്തും ഇങ്ങനെ വരികയാണ്. അത് ഇന്നത്തെ ഈ സംഭവത്തിലുണ്ട്. ഇപ്പോൾ വി ഡി സതീശന് ഹർഷനും സനീഷനും എന്താണ് ഇതിൽ താല്പര്യം വിഴിഞ്ഞത്തിൻ്റെ കാര്യത്തിൽ എന്ന് ചോദിക്കാമല്ലോ. ഇതിപ്പോൾ കെ രാഗേഷ് മാത്രമല്ലോ, CPM-ൻ്റെ മുഴുവനായിട്ടുള്ള നേതാക്കളും ഫേസ്ബുക്കിൽ ഇടപെടുന്ന ആളുകളെല്ലാം ഫേസ്ബുക്കിൽ എഴുതി ഈ പറയുന്ന വിഴിഞ്ഞം ഇഷ്യൂ വന്നപ്പോൾ. അത് രാഷ്ട്രീയ പ്രശ്നം അങ്ങനെയല്ലേ? രാഷ്ട്രീയമായിട്ട് ബന്ധപ്പെട്ടൊരു സംഭവം വന്നു കഴിഞ്ഞാൽ ഓരോ രാഷ്ട്രീയ പാർട്ടിയുടെ ആളുകൾ അവരവർക്ക് പറയാനുള്ളിടത്തെല്ലാം പറയില്ലേ? അപ്പോൾ അവിടെ വി ഡി സതീശൻ ടച്ച് കാണിക്കണം അദ്ദേഹത്തിന്. അത് അദ്ദേഹം കാണിച്ചു. ആ ടച്ച് മറ്റൊന്ന് ഹർഷൻ പറഞ്ഞു വിശദമായിട്ട്. ഞാനതൊന്നുകൂടെ, ഈ വി ഡി സതീശൻ ടച്ച് ഈ പറയുന്ന അർദ്ധസത്യങ്ങൾ പറയുക എന്നുള്ളത് കൂടെയാണ്. അതായത് 5-ാം തീയതി ദേശാഭിമാനിയിൽ വന്നു. ഹർഷന വിശദമായിട്ട് പറഞ്ഞു, പക്ഷേ എന്നാലും ഞാൻ എൻ്റെ ഒരു പോയിന്റ് കൂടി ആയതുകൊണ്ട് പറയുകയാണ്. 5-ാം തീയതിയിൽ വന്നു, അതുകൊണ്ട് ഇതാകെ കുഴപ്പമാണ് എന്ന് പറയുക. ഇപ്പോൾ 3-ാം തീയതി 1-ാം തീയതി മറ്റു പത്രങ്ങളിൽ ഉണ്ടായിരുന്നു എന്ന കാര്യം പറയുമ്പോഴേക്ക് അരമണിക്കൂറോ 3/4 മണിക്കൂറോ മാത്രം ആയുസ്സുള്ള ഒരു കാര്യം അദ്ദേഹം പറയുകയാണ്. എക്കണോമിക് ടൈംസിന് എങ്ങനെ കിട്ടി, മാതൃഭൂമിക്ക് എങ്ങനെയാണ് വാർത്ത കിട്ടി, ഇത് അങ്ങ് വീഴുകയാണ്. പക്ഷേ എന്നാലും അദ്ദേഹത്തിൻ്റെ ആ വി ഡി സതീശൻ ടച്ച്, അദ്ദേഹത്തിൻ്റെ ആ ഒരു ത്വര, അതായത് അദ്ദേഹത്തിൻ്റെത് മാത്രമായുള്ള ചില കാര്യങ്ങൾ പറയുന്നത്. ഞാനിപ്പോൾ വി ഡി സതീശനെ പറ്റി ഹർഷനും പറഞ്ഞല്ലോ. ഇപ്പോൾ നമ്മൾ ഒരു മുഖ്യമന്ത്രി, ഒരു കന്നി മുഖ്യമന്ത്രി അദ്ദേഹം വന്നിരിക്കുകയാണ്. ചെറുപ്പക്കാരനായിട്ടുള്ള, താരതമ്യേന ചെറുപ്പക്കാരനായിട്ടുള്ള ഒരു മുഖ്യമന്ത്രി വന്നിരിക്കുകയാണ്. അദ്ദേഹം ഈ പറയുന്ന 10 വർഷത്തെ ഭരണത്തിന് ശേഷമാണ് മാറി വന്നിരിക്കുന്നത്. അപ്പോൾ നമ്മൾ കുറച്ച് സമയമൊക്കെ കൊടുക്കണം. അദ്ദേഹത്തെ വല്ലാതെ വിമർശിക്കാനൊന്നും പാടില്ല മാധ്യമങ്ങളെന്ന് വിചാരിച്ചിട്ട്, പക്ഷേ അദ്ദേഹം അതിന് അവസരം നൽകുന്നില്ല. എന്തിനാണ് ഞാൻ ചോദിക്കുന്നത്? ഈ കാര്യം പറയാതെ തന്നെയും പറയാമല്ലോ അദ്ദേഹത്തിന്. ഞങ്ങൾക്ക് ഇതിനകത്ത് തട്ടിപ്പോ വെട്ടിപ്പോ ഒന്നുമില്ല, കഴിഞ്ഞ സർക്കാരിൻ്റെ കാലത്ത് ഇങ്ങനെ ഉണ്ടായിരുന്നു, അവർ കൂടെ അറിഞ്ഞിരുന്നു ഈ കാര്യങ്ങൾ എന്നൊക്കെ പറഞ്ഞു പോകുന്നതിന് പകരം ഒരു അസത്യം അല്ലെങ്കിൽ അർദ്ധസത്യം അതവിടെ എടുത്തു വെക്കുകയാണ്. അതെന്തിനാണ്? ഇപ്പോൾ മറ്റു പത്രങ്ങളെ പറ്റി അദ്ദേഹത്തിന് അറിയാഞ്ഞിട്ടാണോ? അപ്പോൾ അതവിടെ വെക്കുക. അതൊന്ന്. രണ്ടാമത്തെ കാര്യമാണെങ്കിലോ, ഈ പറയുന്ന വാർത്ത കൊടുത്തതും പിന്നെ ഇന്നലത്തെ സംഭവത്തിൽ, ഇന്നലെ ഞങ്ങൾ ചർച്ച ചെയ്ത് പറഞ്ഞാണ്, ഇന്നലെ ഈ മണ്ണിടിച്ചിലുണ്ടായപ്പോൾ അദ്ദേഹം ഈ പറയുന്ന മണ്ണ് മാറ്റാൻ നീക്കം ചെയ്യാൻ ഞങ്ങൾ ഉത്തരവിട്ടിരുന്നു. ശരിയാണ്, ഉത്തരവിട്ടിരുന്നു. പക്ഷേ അത് 20-ാം തീയതിയാണ് ഉത്തരവിട്ടെങ്കിൽ 25-ാം തീയതി അവിടെ പോയ സർക്കാരിൻ്റെ ഒരു സന്ദർശക സംഘം പിന്നെ ഇവിടെ നിന്ന് മണ്ണ് ഇപ്പം നീക്കം ചെയ്താൽ ഡിസ്റ്റർബൻസ് ഉണ്ടാവും എന്ന് പറഞ്ഞിട്ട് കൂടെയുണ്ട്. അപ്പോൾ ഈ കാര്യങ്ങളെല്ലാം ഇത്ര വലിയൊരു അപകടം ഉണ്ടായിരിക്കില്ലേ? അപ്പോൾ ഒരു മുഖ്യമന്ത്രി സ്ഥാനത്ത് ഇരുന്ന് പൂർണ്ണമായ ഗൗരവത്തോടെ പറയേണ്ടുന്ന ഒരാൾ കൃത്യമായിട്ടല്ലേ കാര്യങ്ങൾ പറയേണ്ടത്? കൃത്യമായിട്ട് അദ്ദേഹം പറയില്ല. വി ഡി സതീശൻ ടച്ച് വെച്ചിട്ട് മാത്രമേ പറയൂ. ആ ടച്ചാണെങ്കിൽ അങ്ങേയറ്റം അസ്വസ്ഥത ഉണ്ടാക്കുന്നതാണ്. കാരണം മാധ്യമപ്രവർത്തകരുടേത് അല്ലെങ്കിൽ സാധാരണ മനുഷ്യരുടെ എന്താണ്, സത്യത്തിലേക്ക് ചെന്ന് വീഴണം കാര്യങ്ങൾ. സത്യം എന്തിനാണ് അസത്യം എന്നത്? ഇപ്പോൾ നമ്മൾ മുൻകാലങ്ങളിൽ ഈ കോൺഗ്രസിൻ്റെ നേതാക്കൾ തന്നെയും ഗൗരവപ്പെട്ട ആളുകളെല്ലാം പറയുന്നൊരു കാര്യമല്ലേ ഈ പറയുന്ന എന്താണ്, ഈ സത്യാനന്തര കാലം. കൂടുതലായിട്ടും ഇടതുപക്ഷക്കാരാണ് പറയുന്നതെങ്കിലും ഈ ദേശീയ തലത്തിൽ BJP സർക്കാർ വന്നപ്പോൾ അവർ അസത്യം കൊണ്ടുള്ള രാഷ്ട്രീയമാണ് കളിക്കുന്നത് എന്ന് പറഞ്ഞിട്ട് ഈ കോൺഗ്രസിൻ്റെ തന്നെ ബുദ്ധിജീവികളും സാധാരണ രാഷ്ട്രീയക്കാരും എല്ലാം പറയുന്നതാണ് BJP കള്ളം പറയുന്നു, BJP കള്ളത്തിന് മുകളിലാണ് രാഷ്ട്രീയം കെട്ടിപ്പറയുന്നത്. ഈ സത്യാനന്തര കാലം എന്ന് പറയുന്ന ഈ തിയററ്റിക്കലായുള്ള സംഗതിയെ പ്രയോഗത്തിൽ വരുത്തുകയാണ് BJP. അത് അസ്വസ്ഥത ഉണ്ടാക്കുന്നതാണ്. കാരണം കേരളത്തിൻ്റെ രാഷ്ട്രീയത്തിനകത്ത് രാഷ്ട്രീയ ജയം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ചില കാര്യങ്ങളൊക്കെ പറയുമായിരുന്നു ആളുകൾ. ഇതിപ്പോൾ രാഷ്ട്രീയ ജയം ഉണ്ടാക്കേണ്ട കാര്യം ഇല്ലാത്ത സ്ഥലത്തും ശരിയല്ലാത്ത കാര്യങ്ങൾ പറയുക, ഉടനടി പൊളിഞ്ഞു പോകുന്ന കാര്യങ്ങൾ പറയുക, അതാണ് വി ഡി സതീശൻ ടച്ച്. ആ അസത്യത്തിൻ്റെ സ്പർശം, അർദ്ധസത്യം ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കുക എന്നതാണ് ഈ പറയുന്ന വി ഡി സതീശൻ ടച്ച്. എന്തിനാണത്? ഒന്ന് ഞാൻ ഇന്നലെയും ചോദിച്ചു. അതായത് 5 വർഷത്തിന് ശേഷമേ നിയമസഭാ തെരഞ്ഞെടുപ്പുള്ളൂ, 3 വർഷം കഴിഞ്ഞാലെങ്കിലുമേ മിനിമം ഈ പറയുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പൊക്കെ വരാനുള്ളൂ. പിന്നെ അദ്ദേഹത്തിന് 102 അംഗങ്ങളുടെ വലിയ പിന്തുണയുണ്ട്. വി ഡി സതീശന് പാർട്ടിക്കകത്തും പുറത്തും ഇപ്പോൾ വലിയ വെല്ലുവിളികളില്ല. സത്യം മാത്രം പറഞ്ഞാൽ തന്നെയും ഇത്തരം കാര്യങ്ങളോട് വളരെ മാന്യമായിട്ട് പെരുമാറിയാൽ തന്നെയും അദ്ദേഹത്തിന് മുഖ്യമന്ത്രി സ്ഥാനമായിട്ട് പോകാം. എന്നിട്ടും അദ്ദേഹം പിന്നെ ദിവ്യ എസ് അയ്യരെ മറ്റു പലരെയും മാറ്റിയതുപോലെ ഞങ്ങൾ സർക്കാർ വന്നപ്പോൾ മാറ്റിയതാണെന്ന് പറഞ്ഞ് നിർത്താവുന്നിടത്ത് നിന്ന് കെ രാഗേഷ് ചോദിക്കാൻ എന്താണ് ഇൻട്രസ്റ്റ് എന്ന് ചോദിക്കുകയാണ്. പിണറായി വിജയൻ എന്തിനാണ് IT വകുപ്പെടുത്ത് കൈവശം വെച്ചിരിക്കുന്നത്? പിണറായിക്ക് മുമ്പ് VS അച്യുതാനന്ദൻ IT വകുപ്പായിരുന്നില്ലേ കൈവശം വെച്ചിരുന്ന മുഖ്യമന്ത്രി ആയിരുന്നില്ലേ? അദ്ദേഹത്തിന് മുമ്പ് നായനാരുടെ കാലത്ത് IT വകുപ്പ് വന്നപ്പോഴും അദ്ദേഹമായിരുന്നു മുഖ്യമന്ത്രിയായിരുന്നു കൈവശം വെച്ചതെന്ന് പറയുന്നു. ഇതിപ്പോൾ VS അച്യുതാനന്ദൻ IT വകുപ്പ് കൈവശം മുഖ്യമന്ത്രിയായിരിക്കുമ്പോൾ തന്നെ വെച്ച IT ഉപദേഷ്ടാവായിരിക്കുന്ന ജോസഫ് സി മാത്യു ഇപ്പോൾ വി ഡി സതീശനൊപ്പമാണ്. അദ്ദേഹത്തോട് ചോദിച്ചാൽ പോരെ? അപ്പോൾ ദുരുപദിഷ്ടമായിട്ടുള്ള അസത്യങ്ങളും അർദ്ധസത്യങ്ങളും ചുമ്മാ എടുത്ത് വെക്കുക. ഈ തെരഞ്ഞെടുപ്പിന് മുമ്പ് അത് ഓക്കെ, അത് ഇപ്പോൾ നമുക്കറിയാമല്ലോ, അദ്ദേഹത്തിനെതിരെ ഒരു ആക്ഷേപ പദമൊക്കെ ഉണ്ടാക്കിയിട്ട് CPMകാർ സോഷ്യൽ മീഡിയയിൽ വലിയ പ്രചാരണമായിരുന്നു. നമ്മൾ ഒരിക്കൽ പോലും ആ വാക്ക് ഈ ചാനലിനകത്ത് നമ്മൾ അതുമായി ബന്ധപ്പെട്ട് അതിനെ തള്ളിപ്പറയാനുള്ള ചർച്ചകളിലല്ല വാർത്തകളിൽ വല്ലപ്പോഴും ഉപയോഗിക്കേണ്ടി വന്നു എന്നല്ലാതെ ഒരിക്കലും അത് നമ്മൾ
ഒരു പ്രതിപക്ഷ രാഷ്ട്രീയ നേതാവിന് മുന്നിൽ ഒരു തെരഞ്ഞെടുപ്പിന് മുമ്പോടിയായിട്ട് അദ്ദേഹം കള്ളം പറയുന്ന ആളാണ് എന്നത് നമ്മളായിട്ട് ഒരു രാഷ്ട്രീയ ആക്ഷേപമായിട്ട് വെക്കരുത് എന്ന് നമ്മൾ തീരുമാനിക്കുകയും ചെയ്തിരുന്നു അല്ലേ? പക്ഷേ അത് അദ്ദേഹം മുഖ്യമന്ത്രി ആയിക്കഴിഞ്ഞു. മുഖ്യമന്ത്രി ആയാൽ എന്താണ്? മുഖ്യമന്ത്രി ആയാൽ ഒരു പ്രതിപക്ഷ രാഷ്ട്രീയ നേതാവിനെ പോലെ അല്ല മുഖ്യമന്ത്രി ഭരണതലപ്പത്തുള്ള ആൾ. രാഷ്ട്രീയ വ്യത്യാസമില്ലാതെ നമ്മുടെ കുട്ടികൾ, സ്കൂളിൽ പഠിക്കുന്ന കുട്ടികൾ ഇതെല്ലാം കണ്ടിട്ടാണ് വളരുന്നത്. ഈ ആളുകളെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട ആളായിട്ട് ദിവസവും വി.ഡി. സതീശൻ എന്ന പേര് കേൾക്കാത്ത ദിവസം ഇനി അങ്ങോട്ടുള്ള 5 വർഷം ഉണ്ടാവില്ല. ഈ കഴിഞ്ഞ 10 വർഷക്കാലം പിണറായി വിജയൻ എന്ന പേര് കേട്ടതുപോലെ മുഖ്യമന്ത്രി എന്ന പദവിയിൽ നിന്ന് അദ്ദേഹം സംസാരിക്കുന്ന അദ്ദേഹത്തിൻ്റെ ശബ്ദം കേൾക്കാത്ത ഒരു ദിവസവും ഇനി ഉണ്ടാവില്ല. ഞാൻ പറയേണ്ടത്, എനിക്ക് വല്ലാത്ത തോതിലുള്ള രാഷ്ട്രീയ ആവശ്യം വരുമ്പോഴല്ലാതെ ഞാൻ ഈ അർദ്ധസത്യങ്ങളും ശരിയല്ലാത്ത കാര്യങ്ങളും ഇങ്ങനെ വി.ഡി. സതീശൻ ടച്ച് എന്ന് മറ്റുള്ളവർ പരിഹസിക്കുന്നതുമായിട്ടുള്ള കാര്യങ്ങൾ പറയേണ്ടതില്ല എന്ന് അദ്ദേഹം വെക്കണ്ടേ? അദ്ദേഹത്തിന് ആരെയാണ് ഇപ്പോൾ ഭയപ്പെടാനുള്ളത്? പക്ഷേ എന്നാലും എല്ലാ വാർത്താ സമ്മേളനത്തിലും അസ്വസ്ഥജനകമാകുന്ന വിധത്തിൽ ഇങ്ങനെയുള്ള ചില കാര്യങ്ങൾ കൂടെ, അതായത് ഇതിപ്പോൾ നമ്മളിത് ചൂണ്ടിക്കാണിക്കുമ്പോൾ നിങ്ങൾ പിന്നെ പ്രതിപക്ഷത്തിൻ്റെ കൂടെ നിന്നിട്ടല്ലേ ഈ കാര്യങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നത് എന്ന് പറയുമ്പോൾ അദ്ദേഹത്തിൻ്റെ തന്നെ പാർട്ടിയിലെ ആളുകൾ പറയും, അദ്ദേഹത്തിൻ്റെ പാർട്ടി എന്താണ്, ആ പാർട്ടി കോൺഗ്രസ് പാർട്ടി എന്താ? അതായത് എന്താണ് മഹാത്മാഗാന്ധിയുടെ, പിന്നെ അദ്ദേഹത്തെയൊന്നും കോൺഗ്രസ്സുകാർ ഇപ്പോൾ ഈ കാലത്ത് കോട്ട് ചെയ്യുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അങ്ങനെയും വിമർശിക്കുന്ന ആളുകളുണ്ട്. പക്ഷേ മഹാത്മാഗാന്ധി അസത്യം പറയരുത് എന്നല്ലേ? അല്ലേ, അസത്യം പറയരുത്. അദ്ദേഹത്തിൻ്റെ കുട്ടിക്കാലത്തിലെ ചില കഥകളൊക്കെ നമ്മൾ ഈ എൻ്റെ സത്യാന്വേഷണ പരീക്ഷകളിലൊക്കെ വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്ന കാര്യമുണ്ടല്ലോ. അതായത് ചില ചെറിയ കള്ളം, വളരെ ചെറിയ കള്ളം ചെയ്തു പോയത് കൊണ്ടുള്ള വലിയ മനസ്താപത്തെക്കുറിച്ച് അദ്ദേഹം പറയുന്നില്ലേ? അപ്പം അങ്ങനെയല്ലേ? അപ്പോൾ എന്തിനാണ് കള്ളം, അസത്യം, പിന്നെ വസ്തുതാപരമായിട്ട് അവിടെ വെക്കേണ്ടതില്ലാത്ത കാര്യം, പിന്നെ ദുരുപദിഷ്ടമായിട്ടുള്ള വർത്തമാനം പറയലുകൾ, അതെന്തിനാണ് പറയുന്നതെന്ന് അദ്ദേഹം വ്യക്തമാക്കേണ്ടതല്ലേ? ഇതിപ്പോൾ രാഷ്ട്രീയമായിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് രാഷ്ട്രീയമായിട്ട് അങ്ങനെ കാണാം. പക്ഷേ ഈ പറയുന്ന കാര്യങ്ങളിൽ അദ്ദേഹം ഇങ്ങനെ ഈ കാര്യം പറയുന്നത് ശരിയല്ല. അത് അദ്ദേഹം വീണ്ടും അദ്ദേഹം ഇത് ചെയ്യുകയാണ്. ഇപ്പം മംഗലാപുരം യാത്രയെക്കുറിച്ച് നമ്മളിതുവരെ ഈ പറഞ്ഞതുപോലെ അത് അദ്ദേഹത്തിൻ്റെ ഒരു വ്യക്തിപരമായുള്ള യാത്ര എന്ന് അദ്ദേഹം വിശദീകരിച്ചു. അതല്ലാത്ത കാര്യങ്ങളിലേക്ക് രാഷ്ട്രീയവും ഭരണ സംവിധാനങ്ങളും കടക്കട്ടെ എന്ന് വിചാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. പക്ഷേ അദ്ദേഹം അതേക്കുറിച്ച് മൗനം പാലിക്കും തോറും നമ്മുടെ അതേക്കുറിച്ചുള്ള അദ്ദേഹം കൂടുതൽ ഇരുട്ടത്ത് നിർത്തും തോറും അതിലേക്ക് വെളിച്ചെത്തിക്കാനുള്ള ത്വര സ്വാഭാവികമായിട്ട് ആളുകൾക്ക് കൂടും. പിന്നെ ഹർഷൻ പറഞ്ഞ ഒരു കാര്യത്തോടെ എനിക്ക് വിയോജിപ്പുണ്ട്. ഹർഷൻ പറയുന്നത് പിന്നെ മാധ്യമപ്രവർത്തകർ അദ്ദേഹത്തിന് ഒരു അനുതാപം കൊടുക്കുന്നു എന്നാണ്. ഞാൻ അങ്ങനെയല്ല വിശ്വസിക്കുന്നത്. ഞാൻ എപ്പോഴും ഈ ചർച്ചയിൽ ഇവിടെ വന്ന് പറയുമ്പോൾ വി.ഡി. സതീശൻ്റെ അതിസാമർഥ്യം പ്രകടനം എന്ന് ഞാൻ പറയാറുണ്ട്. അപ്പോൾ പല ആളുകളും വിചാരിക്കുന്നത് വി.ഡി. സതീശനെ അനുകൂലിക്കുകയാണ്, അല്ല അഭിനന്ദിക്കുകയാണ് അതിസാമർഥ്യം എന്ന് പറഞ്ഞാൽ. അതിസാമർഥ്യം ഒരു പോസിറ്റീവായിട്ടുള്ള വാക്കല്ല. അദ്ദേഹം ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ചേർത്താണ് അതിസാമർഥ്യം. എന്തിനാണ് അങ്ങനെ പറയുന്നത്? വസ്തുതാപരമായിട്ട് പറഞ്ഞാൽ പോരെ. അതിസാമർഥ്യ പ്രകടനം വരുന്നതെന്ന് വെച്ചാൽ മാധ്യമപ്രവർത്തകർക്ക് ചോദ്യം ചോദിക്കാൻ പറ്റാത്ത വിധമുള്ളൊരു അന്തരീക്ഷം സൃഷ്ടിച്ച് കളയും. ഞാനതിൽ അദ്ദേഹത്തെ അഭിനന്ദിക്കുന്നു, വർഷം ചെയ്യുന്ന പോലെ തന്നെ. അതായത് അദ്ദേഹത്തിന് അതിന് നല്ല ശേഷിയുണ്ട്. അദ്ദേഹത്തിന് അപാരമായിട്ടുള്ള വായനയും അദ്ദേഹത്തിൻ്റെ വളരെ ചെറിയ പ്രായം തൊട്ടുള്ള രാഷ്ട്രീയ പ്രവർത്തന പരിചയവും അദ്ദേഹത്തെ അതിന് പ്രാപ്തനാക്കിയിട്ടുണ്ട്. നിങ്ങളെ നിസ്തേജരാക്കി കളയുക, കണ്ണിൽ മഞ്ഞയടിച്ചിട്ട്, മറ്റേ പണ്ട് മുയൽവേട്ടക്കാർ മുയലിൻ്റെ കണ്ണിൽ ടോർച്ചടിക്കും, അപ്പോൾ കണ്ണ് മഞ്ഞളിച്ചിങ്ങനെ നിൽക്കുമ്പോഴാണ് വെടിവെച്ച് കൊള്ളുക എന്ന് പറഞ്ഞിട്ട്, അതുപോലെ കണ്ണ് മഞ്ഞളിപ്പിച്ച് കളയും. അല്ലെങ്കിൽ ശബ്ദം അദ്ദേഹത്തിൻ്റെ വളരെ നാടകീയമായുള്ള പെർഫോമൻസ് കൊണ്ടും പൂർണ്ണ സത്യം എന്ന നിലക്കുള്ള ഈ കാര്യങ്ങളുടെ അടുത്ത് മുന്നോട്ട് വെക്കൽ കൊണ്ടും ആളുകളെ അമ്പരപ്പിച്ച് കളയും. ആർക്കാണ് നോക്കാൻ പറ്റുക? ജൂൺ 5-ാം തീയതി ദേശാഭിമാനിയിൽ വന്നില്ലേ എന്ന് ചോദിക്കുമ്പോൾ ഒരു പത്രക്കാരൻ 100 പണികളുള്ള ഒരാൾ പെട്ടെന്ന് അദ്ദേഹത്തിന് മുമ്പിൽ ഇരിക്കുമ്പോൾ എല്ലാ ദിവസവും വാർത്താ സമ്മേളനത്തിന്, അത് കഴിഞ്ഞ് അടുത്ത പരിപാടിക്കും അതിനു മുമ്പ് വേറെയും 1-2 റിപ്പോർട്ടിന് പോകേണ്ട നമ്മുടെ ചാനലുകളുടെ റിപ്പോർട്ടർമാർ അടക്കമുള്ള ആളുകൾ 5-ാം തീയതിക്ക് മുമ്പ് 3-ാം തീയതി മാതൃഭൂമിയിലും 1-ാം തീയതി എക്കണോമിക് ടൈംസിലും വന്നിട്ടുണ്ടെന്ന് പരിശോധിക്കാൻ പറ്റുമോ? പറ്റില്ലല്ലോ. ഇത് അദ്ദേഹത്തിൻ്റെ പാർട്ടി, അല്ലെങ്കിൽ നേരത്തെ ഈ ടെലിവിഷൻ ചാനൽ ചർച്ചകൾ വന്നപ്പോൾ ഇടക്കാലത്ത് BJP കൂടെ അന്തരീക്ഷത്തിലേക്ക് വന്നപ്പോൾ ഉണ്ടായൊരു ടെലിവിഷൻ ചാനൽ ചർച്ചകളിലുണ്ടെന്നിരുന്നത്. അതായത് വന്നിട്ട് പൂർണ്ണ സത്യം എന്ന പോലെ ചർച്ചയിലെ ഒരു കാര്യം എന്ന് പറയും. അപ്പോൾ അവതാരകൻ അന്തം വിട്ടു പോകും. ഇത് ക്രോസ് ചോദ്യം ചോദിക്കാൻ പറ്റില്ല. കാരണം അവതാരകൻ ഈ വന്നിരിക്കുന്ന രാഷ്ട്രീയ നേതാവിനെ വിശ്വസിക്കുകയാണ്. പിറ്റേന്ന് നോക്കുമ്പോഴാണ് ഇദ്ദേഹം പറഞ്ഞ കള്ളമാണല്ലോ എന്ന് തോന്നുന്നു. അപ്പോൾ പിറ്റേന്നത്തേക്ക് വിഷയം മാറിയിട്ടുണ്ടാവും. അപ്പോൾ ഈ തരത്തിലുള്ള കാര്യങ്ങൾ വെച്ചിട്ട് നേരെ പൂർണ്ണ ആത്മവിശ്വാസത്തോട് കൂടിയിട്ട് ഒരു മുഖ്യമന്ത്രി വന്നിരുന്നിട്ട് ഇങ്ങനെ പറയുമ്പോൾ പത്രക്കാർക്ക് എന്ത് ചോദിക്കാൻ പറ്റും? ഞാൻ ആ കാര്യത്തിൽ ഹർഷനോട് വിയോജിക്കുകയാണ്. ആ കാര്യത്തിൽ റിപ്പോർട്ടർമാരെ കുറ്റപ്പെടുന്നത് ശരിയല്ല എന്നാണ് എൻ്റെ അഭിപ്രായം. അവർ അന്തം വിട്ടു പോവാണ്. നാളെ ചെന്ന് ചോദിക്കുമ്പോഴേക്ക് അടുത്ത വിഷയം മുഖ്യമന്ത്രിയുടെ മുന്നിൽ വന്നിട്ടുണ്ടാവും. അല്ലെങ്കിൽ ഈ ചോദ്യം ഒന്നുകൂടെ ചോദിക്കാൻ നിന്നാൽ സമയം കഴിഞ്ഞു. ഞാൻ മറ്റു കാര്യങ്ങൾ പറഞ്ഞ് അദ്ദേഹം ദീർഘമായിട്ട് സംസാരിച്ച് അദ്ദേഹം വന്നിരിക്കുന്ന ഇംഗ്ലീഷ് പത്രക്കാർക്ക് ഇംഗ്ലീഷ് ചോദ്യത്തിന് ഇംഗ്ലീഷ് മറുപടിയും കൂടെ കൊടുത്ത് അദ്ദേഹം പോവും. ഇതാണ് നടക്കുന്നത്. പക്ഷേ അദ്ദേഹത്തെ ആരാധനയോടെ നോക്കിക്കാണുന്ന ഒരു വലിയ വിഭാഗം ആളുകളുണ്ട് കേരളത്തിൽ എന്ന് അദ്ദേഹം മനസ്സിലാക്കണമെന്നാണ് എനിക്ക് തോന്നുന്നത്. അദ്ദേഹത്തെ ആരാധനയോടെ അവർ 10 വർഷക്കാലം പിണറായി വിജയൻ സർക്കാർ, ഇടതുപക്ഷ സർക്കാരുകൾ ഭരിച്ച സംസ്ഥാനത്ത് അദ്ദേഹത്തെ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് മെനക്കെട്ട, അദ്ദേഹത്തിൻ്റെ പാർട്ടിയോട് നേരത്തെ വലിയ അഭിമുഖ്യമൊന്നും കാണിച്ചില്ലാത്ത ഒരുപാട് ഈ പൗര
സമൂഹ ഗ്രൂപ്പുകളടക്കമുള്ള ആളുകൾ, വ്യക്തികളടക്കമുള്ള ആളുകൾ അദ്ദേഹത്തെ ഒരു വലിയ ആരാധനാപാത്രമായിട്ടാണ് കാണുന്നത്. പിന്നെ ഇങ്ങനെ വന്നിരിക്കുന്ന ഒരു മുഖ്യമന്ത്രി, നന്നായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന ഒരു മുഖ്യമന്ത്രി എന്ന നിലക്ക് കുട്ടികൾ അദ്ദേഹത്തെ വളരെ ആരാധനാപാത്രമായിട്ടാണ് കാണുന്നത്. അദ്ദേഹം അസത്യം പറയരുത്, അർദ്ധസത്യത്തെ അനാവശ്യമായിട്ടെടുത്ത് ഉപയോഗിക്കരുത്. അർദ്ധസത്യത്തിൽ പകുതിയെങ്കിലും സത്യമുണ്ടല്ലോ, അപ്പോൾ അത് ചിലപ്പോൾ പറയാനൊക്കെ പറ്റുമായിരിക്കും, പറയേണ്ടതായിരിക്കും, പക്ഷേ അത് അനാവശ്യമായിട്ടെടുത്ത് ഉപയോഗിക്കരുത്. പിന്നെ ബിലോ ദ ബെൽറ്റ് ആയിട്ടുള്ള കാര്യങ്ങളിലേക്ക് രാഷ്ട്രീയം പോകേണ്ടുന്ന നില ഇപ്പോൾ ഇല്ലല്ലോ. അപ്പോൾ ആ നിലക്കുള്ളൊരു അതങ്ങനെ പോയാലുള്ള പ്രശ്നം എന്താണെന്നറിയോ, ഇതൊക്കെ തിരിച്ച് നേരിടേണ്ടി വരും. അതാണ് എൻ്റെ പ്രശ്നം. അല്ല അപ്പോൾ ഈ രാഷ്ട്രീയ ഗരിമയുള്ള ഒരു രാഷ്ട്രീയ അന്തരീക്ഷം കേരളത്തിൽ, സംസ്ഥാനത്ത് നിലനിർത്താനുള്ള പൂർണ്ണ ഉത്തരവാദിത്വം അദ്ദേഹത്തിനുണ്ടെന്ന് അദ്ദേഹം മനസ്സിലാക്കണമെന്നാണ് എനിക്ക് തോന്നുന്നത്. ഭാവി കേരളത്തിൻ്റെ മുഖച്ഛായ മാറ്റാൻ ഉതകുന്ന അതിപ്രധാനമായ തുറമുഖ പദ്ധതിയാണ് വിഴിഞ്ഞത്തേത്. 2024 ജൂലൈയിൽ ആദ്യ ചരക്ക് കപ്പൽ ബർത്ത് ചെയ്ത വിഴിഞ്ഞത്ത് 2 വർഷം തികയുന്നതിന് മുമ്പ് 1000 കപ്പലുകൾ നങ്കൂരമിട്ട് കഴിഞ്ഞു. ചുരുങ്ങിയ സമയത്തിനുള്ളിൽ 20 ലക്ഷത്തിലധികം TEU കണ്ടെയ്നറുകൾ കൈകാര്യം ചെയ്ത് അമ്പരപ്പിക്കുന്ന കുതിപ്പാണ് വിഴിഞ്ഞം തുറമുഖം ഇതുവരെ കാഴ്ചവെച്ചത്. ഓഹരികൾ അദാനി ഗ്രൂപ്പ് മെഡിറ്ററേനിയൻ ഷിപ്പിംഗ് കമ്പനിക്ക് കൈമാറാൻ ധാരണയുണ്ടാക്കിയതാണ് ഇപ്പോഴത്തെ വിവാദങ്ങളുടെ എല്ലാം അടിസ്ഥാനം. ഏകദേശം 13,270 കോടി രൂപയ്ക്കാണ് MSC അദാനി ഗ്രൂപ്പിൻ്റെ ഓഹരികൾ വാങ്ങുന്നത്. തുറമുഖ മേഖലയിൽ ഉണ്ടാകുന്ന ഏറ്റവും വലിയ വിദേശ നിക്ഷേപമാണിതെന്ന് വിശേഷിപ്പിക്കാമെങ്കിലും വിഷയത്തിൽ നിരവധി ആശങ്കകൾ നിലനിൽക്കുന്നുണ്ട്. ഓഹരി കൈമാറ്റവുമായി ബന്ധപ്പെട്ടുള്ള നടപടിക്രമങ്ങൾ അദാനി ഗ്രൂപ്പ് പാലിച്ചില്ല എന്ന വിമർശനവും ശക്തമാണ്. എന്നാൽ വിഷയത്തിൽ ഇതുവരെ വ്യക്തത വരുത്താൻ മുഖ്യമന്ത്രി VD സതീശന് സാധിച്ചിട്ടില്ല. ചോദ്യങ്ങൾക്ക് വ്യക്തിപരമായ വിമർശനങ്ങളിലേക്ക് കടക്കുന്ന മുഖ്യമന്ത്രിയുടെ രീതിയും തിരുത്തപ്പെടേണ്ടതാണ് എന്ന് ഞങ്ങൾ വിചാരിക്കുന്നു. കൂടാതെ വിവാദമായ മംഗലാപുരം യാത്രയിലും വ്യക്തത വരുത്താൻ VD സതീശൻ ഇനിയെങ്കിലും തയ്യാറാകേണ്ടതുണ്ട്. ചാർട്ടേഡ് ഫ്ലൈറ്റിൽ മംഗലാപുരം വരെ പോയി അദാനി കമ്പനിയുടെ പ്രതിനിധിയെ കാണാൻ പോയത് എന്തിനാണെന്ന് പ്രതിപക്ഷം ആവർത്തിച്ച് ചോദിക്കുന്നുമുണ്ട്.